കഥയിലുടനീളം വായനക്കാരനെ പിടിച്ചിരുത്തുന്ന ആഖ്യാന രീതി വായിച്ചു കഴിയുമ്പോൾ നമുക്ക് സ്വന്തമായി ആരൊക്കെയോ സ്വന്തമായി കടന്നുപോയ ഏതൊക്കെ പശ്ചാത്തലമുണ്ടല്ലോ എന്ന് ബാക്കി വയ്ക്കുന്ന എഴുത്ത്. ആ എഴുത്തിൻ്റെ ഉടമയായ ജി ആർ ഇന്ദുഗോപൻ നമ്മളൊപ്പം ഉണ്ട്. ഇന്ന് നമ്മൾ കാണുമ്പോൾ ഒരു നേട്ടത്തിൻ്റെ മധുരം, ഒരു സന്തോഷവും മുഖത്തുണ്ട്. എന്ത് തോന്നുന്നു? വളരെ സന്തോഷം. അക്കാഡമി അവാർഡല്ലേ, മാത്രമല്ല ആനോ എന്ന് പറഞ്ഞ നോവലിന് ഈ അവാർഡ് കിട്ടുമ്പോൾ ഉള്ളൊരു പ്രത്യേക സന്തോഷമുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് അധ്വാനിച്ചതാണ്. കാര്യം വെച്ചാൽ അതിൻ്റെ ഒരു പ്രമസിസ് എന്ന് പറയുന്നത് 16-ാം നൂറ്റാണ്ട് നടന്ന ഒരു ആനയെ നമ്മളെ കൊച്ചിയിൽ നിന്ന് മാർപ്പാപ്പയ്ക്ക് കൊണ്ടുപോകുന്നൊരു ട്രൂ ഹിസ്റ്ററിയെ പിന്തുടർന്നതാണ്. അത് ഒട്ടും എളുപ്പമായൊരു യാത്രയായിരുന്നില്ല. ഒരുപാട് എൻ്റെ ഗവേഷണങ്ങൾക്കൊക്കെ ആയിട്ടാണ് കുറേ ജോലി എടുക്കേണ്ടി വന്നത്. ഞങ്ങൾക്കിവിടെ ഒരു പ്രത്യേക ചാരിതാർത്ഥ്യമുള്ളത് മാതൃഭൂമിയിൽ ഇത് പ്രസിദ്ധീകരിച്ചു. ആദ്യമായി വായനക്കാരിലേക്ക് എത്തിയത് മാതൃഭൂമിയിലൂടെയാണ് എന്നൊരു സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും. കാര്യം എന്ന് വെച്ചാൽ സുഭാഷാണ് എൻ്റെ അടുത്ത് ഒരു നോവൽ ഒരു നോവൽ കൊടുക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പം ഞാൻ സത്യത്തിൽ വളരെ വിമുഖനായിരുന്നു. കാരണം ഇത് അപാരമായ ഗവേഷണം വേണ്ട ഒരു സംഗതി എന്നുള്ള നിലയ്ക്ക് ഞാനിതിൻ്റെ നോട്ട്സൊക്കെ തയ്യാറാക്കി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. പക്ഷേ അങ്ങനെ ഒരു ആവശ്യകത വന്നില്ലായിരുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഞാൻ ആ സമയത്ത് ഞാനത് എഴുതില്ലായിരുന്നു. അല്ലെങ്കിൽ ചിലപ്പം കുറേ കാലതാമസം എടുത്തേനെ. ഈ കഥയുടെ ഒരു പ്രത്യേകത ചരിത്ര വസ്തുതകൾക്കൊപ്പം ഭാവനാത്മകതയും. അത് നേരത്തെ ഒരു രേഖയാണ് ഇടയ്ക്ക്. അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ ഒന്നെങ്കിൽ ചരിത്ര വസ്തുത മാത്രമായി പോകും, അല്ലെങ്കിൽ ഭാവനാത്മകമായ ലോകമാണെന്ന് വായനക്കാരൻ വിചാരിക്കും. ആ ഒരു എഴുത്തിലെ ഒരു ചലഞ്ചായിരുന്നു അത്. അതൊരു വലിയ ഇതായിരുന്നു. ഒന്ന്, ഞാൻ ഇതിൻ്റെ അകത്തൊരു ഒരു 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 ഭാവനയേക്കാൾ കൂടുതൽ നടന്ന സംഭവം ചരിത്രത്തിനോട് കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഭാവന പോകണം എന്ന് പറഞ്ഞാണ് ഞാൻ പോയത്. എവിടെ നിന്ന് ഒക്കെയാണ് ചരിത്രത്തിൽ നിന്ന് ഡൈവേർട്ട് ചെയ്തതെന്നുള്ളത് ഞാൻ ആ പുസ്തകത്തിൻ്റെ അവസാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനും ബെന്യാമിനും കൂടെ ഈ ആനയെ കൊണ്ടുപോയ ഇതേ പാതയിൽ ഞങ്ങളൊന്ന് സഞ്ചരിച്ച് മാതൃഭൂമി വാരാന്ത പതിപ്പിൽ അത് സീരിയലൈസ് ചെയ്ത് മാതൃഭൂമി ബുക്സാണ് അത് പുസ്തകമാക്കി ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ആ നോവൽ ഇങ്ങനൊരു ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ അവാർഡ് ഉപകരിച്ചു എന്നുള്ളതിൽ വലിയ സന്തോഷം. എന്നാലും ഇനിയും വൈവിധ്യമാർന്ന കഥകളും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം.